എന്നുള്ളതാണ് ഈ സമയത്ത് നമുക്ക് വ്യക്തമാകാനുള്ളത്. ആ ഭാഗത്തേക്ക് NDRF-നൊപ്പം മറ്റു ചില രക്ഷാപ്രവർത്തകരും കൂടി ചേർന്നിട്ടുണ്ട്. ഏകദേശം 50ഓളം സംഘങ്ങൾ ഇപ്പോൾ മുണ്ടക്കൈ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് അവർ ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ആ സമയം കൊണ്ട് തന്നെ ഈ പാലം പൂർത്തിയാക്കാനാകുമെന്നും പാലത്തിലൂടെ തന്നെ അവർ പുറത്തേക്ക് എത്തിക്കാനാകും എന്നുള്ളതാണ് പ്രതീക്ഷ. ആ രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ അതിനൊക്കെ നേരെ തോതിലെങ്കിലും ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു തടസ്സം സൃഷ്ടിക്കുന്നു എന്ന നിലയ്ക്ക് തന്നെ പ്രദേശത്ത് മഴ തുടങ്ങിയിരിക്കുന്നു. രാവിലെ ലൈവിൽ പറഞ്ഞ സമയത്ത് കാലാവസ്ഥ ശാന്തമായ കാലാവസ്ഥ അനുകൂലമായിരുന്നു. പക്ഷേ നിലവിൽ നേരെ തോതിൽ ഒരു മഴ തുടങ്ങുന്നു. അത് ഇങ്ങനെ തന്നെ അവസാനിക്കുന്നത്. വലിയ തോതിലേക്ക് മഴ മാറാതെ കാലാവസ്ഥ പ്രതികൂലമാകാതെ ഈ ദൗത്യത്തിന് മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഈ രീതിയിലൊക്കെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രത്യാശ. അങ്ങനെ ആവട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഒരു കാത്തിരിപ്പും. ഏതായാലും ദൗത്യം ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ താൽക്കാലിക പാലത്തിന്റെ ആ പാലം ഇന്നലെ നിർമ്മിച്ച പോലെയുള്ള ഒരു നടപ്പാലമായിരിക്കണം. ഇപ്പോൾ മന്ത്രി പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ വണ്ടിക്കെങ്കിലും പോകാൻ പാലത്തിൽ ഒരു മരം കൊണ്ട് നിർമ്മിക്കുന്ന ഒരു താൽക്കാലിക പാലമാണ് ഇവിടെ നിർമ്മിക്കുക. അത് നിർമ്മിച്ച ശേഷം അവിടെ ആളുകളെ കൂടുതൽ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനാകും എന്നുള്ളതാണ് സൈന്യത്തിന്റെയും ഒരു വിചാരം. അതിനാണ് ഈ ദൗത്യം ആദ്യ വിധത്തിൽ തന്നെ പാല നിർമ്മാണത്തിനുള്ള ഒരു സമയം. നമുക്കറിയാം സൈനികർക്കൊക്കെ ഈ വിഷയത്തിൽ ഏറെ പ്രാവീണ്യമുള്ള ഏറെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. വളരെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള ദുരന്ത മേഖലകളിലൊക്കെ പാലം നിർമ്മിച്ച് മലയോര മേഖലയിൽ പ്രത്യേക മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി ഏറെ പ്രാവീണ്യമുള്ളവരാണ് സൈനികർ. അതുകൊണ്ട് അവർക്കത് നിസ്സാരമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ തന്നെ നമുക്ക് ആഗ്രഹിക്കാം. അതോടൊപ്പം തന്നെ ഇതുവരെ പറയാൻ പറ്റിയിരുന്നില്ല, പക്ഷേ ഇനിയെങ്കിലും പറഞ്ഞാൽ മതിയാകൂ ജെയിംസ്. ഈ സമയത്ത് നമുക്ക് വളരെ വ്യക്തമായി പ്രിയപ്പെട്ട പ്രേക്ഷകരോടും എല്ലാവരോടും പറയാനുള്ളത്, ഈ ഒരു ദുരന്ത മേഖല എന്ന് പറയുന്നത് ഒരു കാഴ്ച വസ്തുവല്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു വിനോദസഞ്ചാര മേഖലയല്ല. ഇവിടെ ഈ ഒരു ദൗത്യം കാണുവാനോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ കാഴ്ച കാണാനോ ദയവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് അനാവശ്യമായി വരരുത് എന്നുള്ളത്. അല്പസമയം മുമ്പ് നമ്മൾ കളക്ടറോട് സംസാരിച്ച സമയത്തും അതിനു മുമ്പ് ഈ പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്ന സമയത്തും അവരിപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നത് ഈ പ്രദേശത്തെ ആൾക്കൂട്ടത്തെ കൊണ്ടും ഈ പ്രദേശത്തേക്ക് വരുന്ന അനാവശ്യമായി വരുന്ന വാഹനങ്ങൾ കൊണ്ടുമാണ്. അത് ഈ ദൗത്യത്തിന് വലിയ രീതിയിൽ ഒരു കോട്ട സംഭവിക്കും. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ മുണ്ടക്കയിൽ നിന്ന് അവർ ചുമലിലേക്ക് കൊണ്ടുവന്ന് ആ ജീപ്പിലൂടെ കൊണ്ടുവന്ന് റോപ്പിലൂടെ കൊണ്ടുവരുന്ന ആളുകൾ പരിക്കേറ്റ ആളുകളെയാണ് പിന്നീട് ഇവിടുന്ന് ആംബുലൻസിൽ കൊണ്ടുപോവുക. ആംബുലൻസ് കൊണ്ടുപോകുന്ന വഴിക്ക് ഈ ചൂൽമല ഈ ഭാഗത്തൊക്കെ അനാവശ്യമായി നിരവധി ആളുകൾ എത്തി കൂട്ടം കൂടി ഒരുപാട് ആളുകൾ വാഹനത്തെ പാർക്ക് ചെയ്ത് ആ ആംബുലൻസുകളുടെ ഒരു പോക്കിന് യാത്രക്ക് അത് ഒരു തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. അത് വലിയ രീതിയിൽ അപകടത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ മേഖലയിലേക്ക് അനാവശ്യമായി ഒരാളും വരേണ്ടതില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ടും ഇവിടെയുള്ള രക്ഷാദൗത്യത്തിന് വേണ്ടിയിട്ടും മനോരമ പ്രേക്ഷകരോടും എല്ലാ പ്രേക്ഷകരോടും എല്ലാവരോടും പറയുകയാണ്. കാരണം ഈ മേഖലയിൽ ഓരോ സെക്കൻഡും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ സെക്കൻഡും വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഒരു സെക്കൻഡ് നഷ്ടപ്പെട്ടാൽ ഒരു ജീവൻ വരെ നഷ്ടപ്പെടുമെന്നുള്ള ഒരു അസാധാരണമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് മുണ്ടക്കൈ ഭാഗത്തും ഈ ചൂൽമല ഭാഗത്തൊക്കെ ഉള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളുടെ ഒരു ഇത്തരത്തിലുള്ള ഒരു ചെയ്ത്ത് അത് ഈ ഒരു വിനാശത്തിലേക്ക് കൂടി എത്തിക്കരുതേ എന്നുള്ളതാണ് പ്രിയപ്പെട്ട എല്ലാവരോടുമുള്ള ഒരു അപേക്ഷ. അത് അല്പം മുമ്പ് ഒരു പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ച സമയത്തും ആൾ പറയുന്നത് ആ തരത്തിലാണ്. അനാവശ്യമായി കാഴ്ച കാണാൻ വേണ്ടി മാത്രം എത്തുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് വരുന്ന ആളുകൾ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായി